നമസ്കാരം, ഞാൻ ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിലെ ജൈവ കൃഷിക്കും മറ്റൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു ജൈവവളമാണ്. ഇതിനധികം വിലയൊന്നുമുള്ളതല്ല, ഏതാണ്ട് 1 കിലോയ്ക്ക് 40 രൂപ വിലയുള്ളൂ. ഇത് ഇറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ബ്രാൻഡാണ് അപ്ടെക്. ഈ ഓർഗാനിക് കൃഷിയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അപ്ടെക്കിന്റെ അതായത് പല ഉൽപ്പന്നങ്ങളും നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതിലൊന്നാണിത്. ഈ കാണുന്നതാണ് അപ്ടെക്കിന്റെ സൂപ്പർ ഓർഗാനിക് എന്ന ജൈവവളം. ഇതിന് 1 കിലോയ്ക്ക് 40 രൂപയാണ് വില വരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിന്റെ ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്ക്, അതേപോലെ നമ്മുടെ കൃഷിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് NPK എന്ന് പറയുന്നത്, നൈട്രജൻ, പൊട്ടാഷ്യം. ആ ഒരു ഇതിൽ അങ്ങനെ നമുക്ക് വേണ്ടുന്ന എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതൊരു സമ്പൂർണ്ണ ജൈവവളം എന്ന് പറയാം. നമുക്ക് ഏത് കൃഷിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഏത് കൃഷിക്ക് ഉപയോഗിക്കാന്നാണ് ഇത്. ഞാൻ എൻ്റെ തക്കാളി കൃഷിക്ക് മറ്റും ഇത് ഉപയോഗിച്ചിരുന്നു ഏതാണ്ട് ഒരു 10 ദിവസം മുമ്പ്. ഇപ്പം നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ പൂക്കളൊന്നും പൊഴിയുന്നില്ല. അത്യാവശ്യം നല്ല കായകളും ഇതൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അതേപോലെ ഞാൻ വഴുതന അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഉപയോഗിച്ചിരുന്നു. നമുക്ക് അധികമൊന്നും വേണ്ട. ആഴ്ചയിലാണെങ്കിൽ 1 പിടിയുടെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ ഇത് എല്ലാ ആഴ്ചയിലും ജൈവവളം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിലും കഴിവതും കൊടുക്കണം. അധികമൊന്നും വേണ്ട. 1 പിടി വെച്ച് നമുക്കൊരു 10-15 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ അതിനൊരു ഈ 1 കിലോയുടെ ആവശ്യമേ വരുന്നുള്ളൂ. അതല്ല ഇനി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ 5 കിലോ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഞാൻ ചെന്ന ഷോപ്പിൽ എനിക്ക് 1 കിലോയുടെ പാക്കറ്റാണ് കിട്ടിയത്. ഞാൻ 3 പാക്കറ്റാണ് മൊത്തം വാങ്ങിയിരുന്നത്. അതിലൊന്ന് ഞാൻ ഉപയോഗിച്ചു, രണ്ടാമത്തെയാണ് ഇനി ഒന്നുകൂടെ ഇരിപ്പുണ്ട്. ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പൊട്ടിച്ചിട്ട് 1 പിടി എടുക്കുക. 1 പിടി എടുത്തിട്ട് നമ്മൾ എന്തിൻ്റെ ചുവട്ടിലാണ് ഇടുന്നത് അതിൻ്റെ ചുറ്റിനും ഒന്ന് വട്ടത്തിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ആ മണ്ണ് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മറ്റൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വളം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറമെ നമ്മൾ രാസവളമോ അതൊന്നും ഇടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അത്യാവശ്യം വേണ്ടുന്ന ഒരു അടുക്കളത്തോട്ടത്തിന് വേണ്ടുന്ന എല്ലാം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ എല്ലാ ആഴ്ചയും ഒരുപാട് ഒന്നിച്ചിട്ട് കൊടുക്കേണ്ടതേ ഉള്ളൂ. എല്ലാ ആഴ്ചയും ശൈലിച്ചൊന്ന് ചുറ്റിനൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അത്യാവശ്യം തെറ്റില്ലാതെ നല്ല വിളവ് കിട്ടുന്നതാണ്. അധികം വിലയില്ല, ഏതാണ്ട് 40 രൂപ ഉള്ളൂ. ഇത് ഓൺലൈനൊന്നും വാങ്ങാൻ നിൽക്കണ്ട, കാരണം ഇതിൻ്റെ ഡെലിവറി ചാർജ് കൂടുതലാണ്. അത് നമ്മൾക്ക് മുതലാകത്തില്ല. കാരണം 1 കിലോയ്ക്ക് 40 രൂപ വിലയുള്ളത് ഡെലിവറി ആയിട്ട് വരുമ്പം അതിൽ കൂടുതൽ പൈസ നമ്മൾ മുടക്കേണ്ടി വരും. നമ്മുടെ ഏതാണ്ട് ജൈവവളം ഇതൊക്കെ കിട്ടുന്ന എല്ലാ ഷോപ്പിലും കിട്ടുന്ന ബ്രാൻഡാണ് ഈ അപ്ടെക്. കാരണം ഇത് കേരള ബേസ്ഡ്, കോട്ടയത്തുള്ള കമ്പനിയാണ്. അവരുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഫിഷ് അമിനോ ആസിഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിട്ടും. അപ്പോൾ എന്തായാലും അവിടെ എല്ലാം കിട്ടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങളൊന്ന് വാങ്ങിച്ച് നോക്കുക. ഇതുവരെ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നല്ല റിസൾട്ട് ഉണ്ട്. കാരണം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് അത്യാവശ്യം തെറ്റില്ല, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതായിട്ട് ഇത് നമ്മുടെ ചകിരി കമ്പോസ്റ്റും എല്ലാം മിക്സായിട്ട്, വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെ എല്ലാം മിക്സായിട്ട് വരുന്ന ഒരു ഐറ്റമാണിത്. അങ്ങനെ വല്ലാത്ത സ്മെല്ലൊന്നുമില്ല. പിന്നെ അല്പം ചാണകപ്പൊടിയുടെ അംശമൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചാണകപ്പൊടി പോലല്ല. അതൊന്ന് ഫോർട്ടിഫൈ, അതായത് ഒന്ന് സമ്പുഷ്ടമാക്കിയതാണ്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ നമ്മൾ 1 ചട്ടി ചാണകപ്പൊടി എടുക്കുമ്പം ഇതിന് 1 പിടിയുടെ ആവശ്യം വരുന്നുള്ളൂ. അങ്ങനെ സമ്പുഷ്ടമാക്കിയ ചാണകപ്പൊടിയാണ്. അങ്ങനെ കമ്പോസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സാണ്. നമുക്കിതൊന്ന് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ വഴുതനയാണ്. അപ്പം ഞാൻ വഴുതനയുടെ ഈ തൈയുടെ ചുറ്റും നമ്മൾ ഈ ജൈവവളം അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അധികമൊന്നും വേണ്ട, 1 പിടിയുടെ ആവശ്യമുള്ളൂ, 1 പിടി. അത് എന്നിട്ട് നമ്മൾ ചുറ്റിനും ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും കിട്ടുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുക. മണ്ണ് അധികം റൂട്ടൊന്നും പൊട്ടാത്ത വിധത്തിൽ മേൽമണ്ണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം പെട്ടെന്ന് മണ്ണിലേക്കൊന്ന് വലിയാനും പിന്നെ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഇത് ഒലിച്ചു പോകാതിരിക്കാനും പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കാന്ന് വെച്ചാൽ മണ്ണിലേക്കുള്ള എത്തുന്ന ഓക്സിജൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടാൻ പറ്റും. അതൊക്കെ വിളവിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ഈ മണ്ണിൽ വായുസഞ്ചാരം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഗ്രോ ബാഗൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മണ്ണ് ഇടിച്ചു കൊള്ളിക്കില്ലെന്നൊക്കെ പറയുന്നത് അതാണ്. അതുപോലെ തീരെ പൊടിമണ്ണ് യൂസ് ചെയ്യില്ലെന്നും. കാരണം എങ്കിലേ അല്പം ഒരു ഗ്യാപ്പൊക്കെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ മണ്ണിലേക്ക് കൂടുതൽ വായുസഞ്ചാരമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പം അതിന് ഈ വഴുതനയായാലും ഏത് കൃഷി ആയിക്കോട്ടെ അതിൻ്റെ വേരുകൾക്കൊക്കെ ഇതൊന്ന് കൂടുതൽ ഹെൽത്തൊക്കെ ഉണ്ടാകാൻ വേണ്ടി മണ്ണിലേക്ക് അല്പം വായുസഞ്ചാരമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഏത് ചെടിയായാലും ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചുറ്റിനുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇപ്പം അതുപോലെ ഈ ജൈവവളം ഇട്ടു, അത് പറ്റുമെങ്കിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ അധികമൊന്നും വേണ്ട, നമ്മൾ എല്ലാ ആഴ്ചയും ഇതിന് ചുറ്റിനും ഓരോ പിടി വെച്ച് ഒന്നിട്ട് കൊടുക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് മണ്ണിളക്കി കൊടുക്കുക.
മറ്റൊന്നും ചെയ്യേണ്ട, വേറെ വളങ്ങളൊന്നും ഇതിന് പുറമെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് വേണമെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ വേണമെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ഫിഷ് അമിനോ ആസിഡൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൻ്റെ ഗ്രോത്തിനെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യാൻ ഫിഷ് അമിനോ ആസിഡ് ഹെൽപ്പ് ചെയ്യും. ഇതിന് രണ്ട് ഉപയോഗമാണ്. പിന്നെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വേറെ രാസവളങ്ങളോ അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇട്ട ഈ ജൈവവളം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു അടുക്കള തോട്ടത്തിന് വേണ്ടുന്ന മികച്ച വളമൊക്കെ കിട്ടാൻ ഇത് തന്നെ അധികമാണ്. ഈ കാണുന്ന എൻ്റെ കാന്താരി കൊലയാണ്. ഇത് ആക്ച്വലി മൊത്തം പോയതായിരുന്നു. മൊത്തം പോയെന്ന് പറയുമ്പം എല്ലാം മുരടിച്ച് പോയാണ്. പിന്നെ അതിന് ഞാൻ ചില പൊടിക്കൈയൊക്കെ ചെയ്തപ്പം വീണ്ടും നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. നിറയെ പൂത്തിട്ടുണ്ട്, കായ്ച്ചും തുടങ്ങി. അതെന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ ഇടുന്നതാണ്. അല്പം കൂടി ഒന്ന് വിളവായിട്ട് കുറെ കൂടി, കാരണം അതിൻ്റെ റിസൾട്ട് ഫുൾ ആകുന്നു എന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതാണ്. ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടൻ പച്ചമുളകിൻ്റെ തൈകളാണ്. എനിക്കൊരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. കണ്ടിട്ട് നല്ല രസമുള്ള, കാണാൻ നല്ല രസമാണ് പഴുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഏതെങ്കിലും പാക്കറ്റ് വാങ്ങിച്ച വിത്താണെന്ന് ചോദിച്ചപ്പോൾ അല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതിലൊരു മുളക് തന്നിരുന്നു. അപ്പോൾ അത് ഞാൻ പാകിയതാണ്. എല്ലാം മുളച്ചു വരുന്നുണ്ട്. അത്യാവശ്യം എരിവുണ്ട്. നല്ല അധികം അസുഖങ്ങളൊന്നും ഉണ്ടാകാത്ത ഇനമാണെന്ന്. കാരണം നാടനാകുമ്പം പൊതുവെ അങ്ങനെ പെട്ടെന്ന് മുരടിപ്പ് അതൊന്നും ബാധിക്കത്തില്ല. നമ്മൾ ഈ പാക്കറ്റ് വാങ്ങിക്കുന്ന ഈ ഹൈബ്രിഡ് ഇനത്തിനാണ് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ കുറേ തൈകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് കൃഷി ചെയ്തിട്ട് ഇതിൻ്റെ വിത്തുകളൊക്കെ എടുത്തിട്ടെ നമ്മുടെ മെമ്പേഴ്സിനൊക്കെ ഒന്ന് അയച്ചു തരാം. കാരണം നമ്മളെപ്പോഴും നാടൻ ഇനങ്ങളെ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം. കാരണം കുറെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒന്നും വിത്തുകളൊന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ നിത്യവഴുതനയാണ്. ഇതിൻ്റെയൊക്കെ വിത്തുകൾ ഒരുപാട് ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറേയൊക്കെ ഉണങ്ങാനിട്ടിരുന്നു. എന്നിട്ട് കവറൊക്കെ അയച്ചു തരാൻ പറഞ്ഞു വിത്തിന് വേണ്ടി. ആളുകൾക്ക് അത് അല്പം മടിയുള്ള കാര്യമാണ്. എല്ലാവർക്കും വിത്ത് വേണം, പക്ഷേ ഒരു 5 രൂപ മുടക്കിയിൽ കവർ അയച്ചു തരാൻ പറഞ്ഞാൽ വലിയ മടിയാണ്. നമ്മളെല്ലാവർക്കും ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് അയച്ചു കൊടുക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതെല്ലാം മൂത്ത് വിത്തിന് വേണ്ടി മാറ്റിയിട്ടേക്കുക. അപ്പം നിത്യവഴുതനയുടെ വിത്തൊക്കെ ആവശ്യമുള്ള ആളുകൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ അവർക്ക് ഞാൻ അഡ്രസ്സും കാര്യമൊക്കെ തരാം. ഇത് നമ്മുടെ വെള്ളക്കാന്താരിയാണ്. വിത്തിന് വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ചേക്കുവാണ്. ആദ്യം വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മരം ഒടിഞ്ഞു വീണപ്പം ഇതിൻ്റെ കമ്പുകൾ കണ്ടില്ല, മൊത്തം ഒടിഞ്ഞു പോയായിരുന്നു. മൊത്തം ഒടിഞ്ഞു പോയി, വീണ്ടും പൊട്ടിക്കിളിച്ച് വരികയാണ്. മൊത്തം ഏതാണ്ട് എൻ്റെ കൃഷിയെല്ലാം പോയതാണ്. തക്കാളിയെല്ലാം മരം ഒടിഞ്ഞു വീണ്ടും നശിച്ചു പോയതാണ്. ഇപ്പം ലാസ്റ്റ് ഒറ്റ മൂടെ നിപ്പുള്ളൂ ഇവിടെ ഈ കാന്താരി, വെള്ളക്കാന്താരി. അപ്പം അതിനുവേണ്ടി ഞാൻ എൻ്റെ വിത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ബാലൻസ് ഉണ്ടായി വന്നതൊക്കെ ഞാനിപ്പം വിത്തിന് വേണ്ടി മാറ്റുകയാണ്. ഇനി അത് വീണ്ടും ഒന്നേന്ന് കൃഷി ചെയ്ത് കൊടുക്കണം.